അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഐ ആം സോറി എന്നുള്ളതാണ്. എന്നോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ്. ആ അപേക്ഷിക്കുന്നത് മറ്റാരോടുമല്ല, നമ്മളോട് തന്നെയാണ് നമ്മൾ ആ അപേക്ഷ വയ്ക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ച ബോധത്തോടാണ്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനോടാണ് നമ്മൾ ആ ഒരു ഐ ആം സോറി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വാക്യം എന്ന് പറയുന്നത് പ്ലീസ് ഫോർഗിവ് മീ എന്നുള്ളതാണ്. അപ്പോൾ പ്ലീസ് ഫോർഗിവ് മീ എന്ന് പറയുമ്പോൾ നമ്മളോട് തന്നെ ക്ഷമിക്കാനായിട്ട് നമ്മൾ യാചിക്കുകയാണ്. അപ്പോൾ നമ്മൾ തന്നെ ഈ പ്രപഞ്ചബോധത്തോടും നമ്മളോടും നമ്മൾ യാചിക്കുകയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും നമ്മളോട് ക്ഷമിക്കണമേ എന്ന് ഉള്ള യാചനയാണ് നമ്മളവിടെ വെക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐ ലവ് യു ഉള്ളതാണ്. അതായത് നമ്മളോട് തന്നെയുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമുക്ക് ഏറ്റവും സ്നേഹം നമ്മളോട് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നുള്ള സ്നേഹം ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് മെനക്കെടുകയും ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ നമ്മളെ തന്നെ സ്വയമേവ സ്നേഹിക്കാനായിട്ട് മറന്നു പോകുന്ന ആളുകളാണ് നമ്മളുടെ കൂട്ടത്തിലുള്ള അധികം ആളുകളും എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതായത് സ്വയമേവ സ്നേഹിക്കാനായിട്ട് പലർക്കും അറിയില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പലപ്പോഴും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്നേഹം നമുക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കാനായിട്ട് പഠിക്കുകയാണ് ചെയ്യേണ്ടത്.